പ്രൈവറ്റ് ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്ഥിരമായി SDA മീറ്റിംഗിലൂടെ ഉണ്ടാകുന്നത്. ഇന്ന് SDA മീറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ഉടമ അനൂപ് ചന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ഒരു വ്യവസായമായിട്ടല്ല, ഇതൊരു സേവനമായിട്ടാണ് കാണുന്നത്. എന്തായിരുന്നു SDA മീറ്റിംഗിൽ ഇന്ന് സംഭവിച്ചത്? SDA മീറ്റിംഗിൽ നിരവധി ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു SDA മീറ്റിങ്ങുകളും പ്രൈവറ്റ് ബസ് ഇതൊരു വ്യവസായം അല്ല, അത് എന്നെപ്പോലുള്ളവർക്ക് വ്യവസായമല്ല, മറ്റുള്ളവർ ഒത്തിരി പേര് ഇതിനെ വ്യവസായമായിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിതിനെ പ്യുവർലി സർവീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ സർവീസായിട്ട് എടുക്കുന്നവർക്ക് വളരെ ദ്രോഹമായിട്ടുള്ള നടപടികളാണ് കഴിഞ്ഞ വർഷങ്ങളായി, ഇപ്പോഴെന്നല്ല കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം SDAയുടെ തീരുമാനം അങ്ങനെ തന്നെയാണ്. അതായത് നമുക്കൊരു 12 അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് നമുക്കിവിടെ ഒരു 40,000 ബസ്സുകൾ ഉണ്ടായിരുന്നത്. ഇന്ന് കൃത്യം കണക്ക് പറഞ്ഞാൽ 8,000-ൽ താഴെയാണ് നമ്മുടെ ബസ്സുകളുള്ളത്. പക്ഷേ ഈ പറയുന്ന പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ 8,000 എന്നുള്ളത് താഴ്ന്നു വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വദേശികൾ മാത്രം പണിയെടുക്കുന്ന ഏക തൊഴിൽ മേഖലയാണ് ഈ സ്വകാര്യ ബസ് എന്ന് പറയുന്നത്. മറ്റുള്ള നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും അന്യസംസ്ഥാനക്കാരും മറ്റുള്ള ആൾക്കാരും പണിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്വകാര്യ ബസ് പ്രസ്ഥാനത്തിൽ പണിയെടുക്കുന്ന എല്ലാവരും നമ്മുടെ മലയാളികൾ തന്നെയാണ്. അതുപോലെ തന്നെ മുമ്പ് 4 ലക്ഷം പേർക്ക് തൊഴിലുണ്ടായിരുന്ന തൊഴിൽ മേഖല വെട്ടിച്ചുരുങ്ങി 25,000 പേരിലേക്ക് വന്നു. ഈ മേഖല ശക്തിപ്പെടുത്തിയാൽ അതുകൊണ്ട് സർക്കാരിന് ടാക്സ് ഇതര വരുമാനം ഒത്തിരി കാര്യങ്ങൾ കിട്ടും. ഞാൻ ഓരോന്നായിട്ട് ഇവർ പ്രൈവറ്റ് ബസ്സിനെ ദ്രോഹിക്കുന്ന ഓരോന്നായിട്ട് എണ്ണി പറയാം. കഴിഞ്ഞ SDA മീറ്റിങ്ങിൽ എടുത്ത നടപടി പുതിയ പെർമിറ്റുകൾക്ക് പുതിയ വാഹനങ്ങൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു നിയമം കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലില്ല, റൂൾസിലില്ല. അതായത് വാഹനത്തിൻ്റെ ഏജ്, ഇപ്പോൾ SDAക്ക് പവറുണ്ട് ഒരു വാഹനത്തിൻ്റെ ഏജ്, അതിൻ്റെ വർഷം എത്ര വർഷം ഓടിക്കാം, 15, 20, 22, അത് SDAക്ക് തീരുമാനമെടുക്കാം. പക്ഷേ ഒരു വാഹനം ഒരു പെർമിറ്റിലേക്ക് പുതിയ വാഹനം മാത്രമായിരിക്കണം റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു നിയമം SDAക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല. നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പം ഞാനിന്നിവിടെ പ്രസൻ്റായിരിക്കുന്നത് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോൺസൺ പടമാളന് വേണ്ടിയാണ് ഞാനിന്നിവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പം അതിൽ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഞാനിവിടെ ഈ സബ്മിഷനാണ് ഞാനിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സബ്മിഷനിൽ കൃത്യമായി പറയുന്നുണ്ട്, KMV റൂള് 118 പ്രകാരം ഇന്നീ നടത്തിയ യോഗം തെറ്റാണ്, ഇങ്ങനൊരു യോഗം നടത്താൻ പാടില്ല. കാരണം റൂൾ 118 പറയുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു RTA ബോർഡ് മെമ്പേഴ്സും കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അംഗീകാരം ലഭിച്ചവർക്ക് മാത്രമേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇന്നത്തെ മീറ്റിങ്ങിൽ ഡയസിലിരുന്ന ആർക്കും തന്നെ കേരള സർക്കാരിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല. ഇത് ശരിയാണെന്ന് കാണിക്കുന്ന തിരുവനന്തപുരം ജില്ലാ കളക്ടർ വിവരാവകാശ നിയമപ്രകാരം തന്ന റെക്കോർഡ്സാണ് ഇതായി ഇരിക്കുന്നത്. അതായത് 30 മെയ് 2023 തിരുവനന്തപുരം കളക്ടറേറ്റിൽ നിന്നും കിട്ടിയ രേഖയാണ് ഇരിക്കുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ഒഫീഷ്യൽ, അതായത് SDA മീറ്റിങ്ങിൽ അതിൻ്റെ ബോർഡ് മെമ്പേഴ്സ്, SDA മീറ്റിങ്ങിൻ്റെ ബോർഡ് മെമ്പേഴ്സ് അവർ KMV റൂള് 118 പ്രകാരം മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഇന്ന് ഈ മീറ്റിംഗ് നടത്തുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഈ SDA എന്ന് പറയുന്നത് ബസ്സുകാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി ഇതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കേണ്ടതാണ്. പക്ഷേ ഇവരിപ്പം പറയുന്നത് പുതിയ വാഹനത്തിന് പുതിയ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ഇല്ലാത്തൊരു നിയമമാണ്. ഇന്ന് വളരെ ബഹുവിശേഷമായി വേറൊരു ഐറ്റം വന്നായിരുന്നു. ആ ഐറ്റത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഐറ്റം നമ്പർ 3, ഡിപ്പാർട്ട്മെൻ്റൽ ഐറ്റം നമ്പർ 3ൽ പറയുന്നത് അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുന്ന വാഹനം രജിസ്ട്രേഷൻ നടത്തുന്ന വാഹനം ഇവിടെ സ്റ്റേജ് ഗാരേജ് പുതിയ പെർമിറ്റിലേക്കും റീപ്ലേസ് ചെയ്യാനും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അത് തികച്ചും തെറ്റാണ്. ഒരു കാര്യം പറഞ്ഞുതരാം. കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ട് 45ൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനത്തു നിന്നൊരു വാഹനം ഏത് സംസ്ഥാനത്തിലാണോ കൊണ്ടുവരുന്നത് ആ സംസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ നേടുകയും അവിടുത്തെ ടാക്സ് അടയ്ക്കുകയും ചെയ്താൽ ആ വാഹനത്തിന് പെർമിറ്റ് കൊടുക്കാം. ഇപ്പോൾ ഒരു അന്യ സംസ്ഥാനത്തു നിന്നൊരു വാഹനം നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഓൾറെഡി അത് കേരള രജിസ്ട്രേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. കേരള ടാക്സ് കഴിഞ്ഞാൽ പിന്നെ അത് RMA വെഹിക്കിൾ ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പെർമിറ്റ് നിഷേധിക്കാനോ റീപ്ലേസ്മെൻറ്റ് നിഷേധിക്കാനോ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടൻ തീരുമാനങ്ങളാണ് ഈ SDAയിൽ വരുന്നത്. ഈ SDAയുടെ തന്നെ അതായത് നമ്മുടെ SDAയുടെ ചെയർമാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, സെക്രട്ടറി RTA എന്നൊക്കെ പറഞ്ഞ മനോജ് കുമാർ കെ. സെക്രട്ടറി RTA എന്ന് പറഞ്ഞാൽ കമ്മീഷണർ ഇരിക്കുന്നതിൻ്റെ അടുത്ത സീറ്റിലല്ല ഇരിക്കേണ്ടത്. അയാൾ സെക്രട്ടറിയാണ്. അയാൾ ഐറ്റം വായിക്കുന്നത് നോക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അദ്ദേഹം വരെ ഡയസിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി ഈ 118 റൂളിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ മനോജ് കുമാറിനെ പോലുള്ളവരുടെ ഓരോ നിയമങ്ങളും, അതായത് അറിയാലോ മോട്ടോർ MVD ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് കൈക്കൂലിയും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് MVD ഡിപ്പാർട്ട്മെൻറ്റ്. ഇവർ സ്വകാര്യ ബസ്സുകളെ മാത്രമേ ദ്രോഹിക്കുന്നുള്ളൂ. ഇന്നത്തെ RTA അജണ്ടയിൽ ബൈക്ക് ടാക്സി, ആവശ്യം പോലെ ബൈക്ക് ടാക്സി കൊടുക്കുകയാണ്. ബൈക്കിന് ടാക്സി ഓടാം. ഇതൊക്കെ എന്ത് വിരോധാഭാസമാണ്. നമ്മുടെ ഈ ഇപ്പോൾ എല്ലാവർക്കും സ്വകാര്യ ബൈക്കുകളുണ്ട്, ബൈക്ക് ടാക്സി അതിന് പെർമിറ്റ് കൊടുക്കുന്നു, ഓട്ടോറിക്ഷയ്ക്ക് ഓൾ കേരള കൊടുക്കുന്നു. എന്നാൽ പ്രൈവറ്റ് ബസ് 140 കിലോമീറ്ററിൽ കൂടുതൽ 6 ചക്രത്തിൽ ഓടുന്ന സുരക്ഷിതമായി പോകുന്ന വാഹനങ്ങൾക്ക് 140 കിലോമീറ്ററിൽ കൂടുതൽ ഓടാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ RTO ആയി വരുന്നവനും ഈ പറയുന്ന മനോജ് കുമാറിനെ പോലെ ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആവുന്നവരെല്ലാവരും 10ാം ക്ലാസ്സും ITA അല്ലെങ്കിൽ ഒരു പോളി ഡിപ്ലോമയും കൊണ്ടാണ് വരുന്നത്. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നോ ഇതിൻ്റെ നിയമവശങ്ങൾ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ആരെങ്കിലും പറയുന്നു, എന്തേലും ചെയ്യുന്നു. ഇതാണിപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണോ നമ്മുടെ മുഖ്യമന്ത്രി സ്വപ്നം കണ്ട വ്യവസായ സൗഹൃദ കേരളം? ഒരു വ്യവസായത്തെ എങ്ങനെ നശിപ്പിക്കാം? നമ്മുടെ ഈ STA സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനങ്ങൾ ഒരു പ്രസ്ഥാനത്തിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു വ്യവസായ സൗഹൃദം, കുറച്ച് പേർക്ക് ജോലി, ഒരു ബസ് വരുമ്പം ഒരു സ്വയം തൊഴിൽ പോലെയാണ്. ഒരു 2 ചെറുപ്പക്കാർക്ക് അതിൽ ജോലി, അതുവഴി 2 അല്ലെങ്കിൽ 3 കുടുംബങ്ങൾ ജീവിക്കുന്നു. അവർ സാധനം വാങ്ങിക്കുന്നു, അതിൻ്റെ ടാക്സ്, അതൊന്നും അല്ല ഇവർ നോക്കുന്നത്. ഒരു വ്യവസായത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ശമ്പളം കിട്ടുക, ഇതെല്ലാം ബ്യൂറോക്രസിയാണ്. ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികളാണിത്. ഈ ബോർഡിൽ അംഗങ്ങളല്ലാത്ത മെമ്പേഴ്സാണ് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല ഒരു STA മീറ്റിംഗ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഈ ബസ് ഉടമ പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ഉടമയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ബസ് ഓടുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ശ്രദ്ധ കൊണ്ടുവരേണ്ടതാണ്.